ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ പ്രവാസി പ്രകാശ്. അപ്പോൾ ഇന്നത്തെ വീഡിയോയിലൂടെ ഞാൻ പറയുന്ന കാര്യം, ഞാൻ ഒത്തിരി വീഡിയോസൊക്കെ ഇടുന്നുണ്ട്. എല്ലാവരും പറ്റുമെങ്കിൽ കണ്ടൊന്ന് സപ്പോർട്ട് ചെയ്യുക. ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ഇപ്പോൾ ഷോർട്സ് വീഡിയോസ് കുറവാണ് ഇടുന്നത്, വീഡിയോസാണ് ഇടുന്നത്. എല്ലാവരും ഒന്ന് പറ്റുമെങ്കിൽ ഒന്ന് സമയം കിട്ടുമെങ്കിൽ ഒന്ന് കാണണേ. പിന്നെ ഇന്നത്തെ വിഷയം, ഞാൻ ഇടയ്ക്ക് കുറച്ച് ദിവസമായിട്ട് ഇങ്ങനെ ചെയ്യണമെന്ന് വിചാരിച്ചതാണ്. എല്ലാവർക്കും അറിയാവുന്ന കാര്യം തന്നെ. പല ആൾക്കാരും നമ്മളടുത്ത് പറയാതെ തന്നെ വിശന്ന് നടക്കുന്ന ആൾക്കാരുണ്ടാവും. വഴിയിലൊക്കെ വിശന്ന് ഇങ്ങനെ ഇരിക്കുന്ന ആൾക്കാരുണ്ടാവും. ചിലയിടത്ത് തന്നെ നമ്മൾ റൂമിലായാലും ഫുഡ് വെളിയിൽ നിന്നൊക്കെ വാങ്ങി കഴിക്കാൻ വേണ്ടി പൈസ ഇല്ലാതെ ഇരിക്കുന്ന ആൾക്കാരുണ്ടാവും അല്ലേ. അപ്പം ഞാൻ പല സ്ഥലത്തും കണ്ടിട്ടുള്ളത്, ഇപ്പം മെസ്സുകൾ പോലും ഫുഡ് വാങ്ങുന്ന ആൾക്കാരൊക്കെ ഉണ്ട്. അപ്പോൾ അവരെല്ലാം കുറേ കൊണ്ടുവന്ന് വേസ്റ്റിൽ ഇടുന്നത് ഞാൻ കണ്ടിട്ടുണ്ട് ഇടയ്ക്ക്. അപ്പോൾ അത് വേറെ നമ്മൾ കളയുന്നുണ്ടെങ്കിൽ മറ്റൊരാൾക്ക് വേണമെന്നുള്ള ഒന്ന് ചോദിച്ചൂടെ എല്ലാവർക്കും. ചില റൂമുകളിലൊക്കെ ഇപ്പം ചില ആൾക്കാരെല്ലാം കൊണ്ടുവന്ന് 2-3 പൊതി ഇങ്ങനെ കൊണ്ട് കളയുന്നത് ഞാൻ കണ്ടിട്ടുണ്ട്. അപ്പോൾ അത് തൊട്ടടുത്തുള്ള ആർക്കെങ്കിലും വേണമെങ്കിൽ അവർക്ക് കൊടുത്തു കഴിഞ്ഞാൽ അതൊരു ഹെൽപ്പാകും. അതുപോലെ തന്നെ നമ്മൾ കല്യാണ വീടുകളിലായാലും പല സ്ഥലങ്ങളിലും ഫുഡ് കൊണ്ട് വെട്ടി താഴ്ത്തി കളയുന്നത് കണ്ടിട്ടുണ്ട്. എന്ന് വെച്ച് കഴിഞ്ഞാൽ ചില ആവശ്യമില്ലാതെ അത് ബിരിയാണിയൊക്കെ എന്തെങ്കിലുമൊക്കെ ആയിരുന്നു ഭയങ്കര ആഡംബരമായിട്ട് ഇങ്ങനെ നടത്തിയിട്ട് ആ ഫുഡുകളെല്ലാം കൊണ്ടുവന്ന് എവിടെയെങ്കിലും കൊണ്ടങ്ങ് തട്ടും വേസ്റ്റിൽ. ഇപ്പോൾ പണ്ടൊക്കെ നമ്മൾ നാട്ടിൻപുറത്തുള്ള ആൾക്കാർ ഇപ്പോഴും ചെയ്യുന്നുണ്ടാവും. ഒരു ഫങ്ഷൻ എന്തെങ്കിലും കഴിഞ്ഞ് കഴിഞ്ഞാൽ അമ്മമാർ പലപ്പോഴും ചെയ്യുന്നത് അമ്മമാരാണ് കേട്ടോ. അവർ പണ്ടത്തെ ആൾക്കാർ അവർ കുറേശ്ശെ പാത്രങ്ങളിലൊക്കെ എടുത്തിട്ട് അവിടെ എല്ലാവർക്കും കൊടുക്കും. ഇല്ലെങ്കിൽ വരുന്നവർക്ക് കുറേ എടുത്തിട്ട് പോകാൻ വേണ്ടി പറയും, കവറിലോ എന്തെങ്കിലുമൊക്കെ പാത്രത്തിലാക്കിയിട്ട് പായസം. പക്ഷേ ഇപ്പോഴൊക്കെ അതിനുള്ള സമയമൊന്നുമില്ല അല്ലേ. കഴിഞ്ഞ് കഴിഞ്ഞാൽ വീഡിയോ പിടിക്കുക, ഫോട്ടോ എടുക്കുക, പിന്നെ വന്ന ബന്ധുക്കൾ വന്നിട്ട് അവരെ പാട്ടിനങ്ങ് പോകും. കല്യാണം കഴിഞ്ഞവിടെ അവരൊന്ന് ഫുഡ് ചില ആൾക്കാർക്ക് എടുത്തുകൊണ്ട് പോകണമെന്നൊക്കെ കാണാം. അയൽവക്കത്തുള്ളവർക്ക് അവരുടെ അടുത്തൊന്ന് ചോദിക്കത്ത പോലും ഇല്ല അല്ലേ. അന്ന് എനിക്ക് തോന്നുന്നില്ല അങ്ങനെയൊന്നും ചോദിക്കത്തൊന്നുമില്ല. അവരെല്ലാവരും പോകും. ലാസ്റ്റ് എല്ലാവരും കഴിഞ്ഞിട്ട് ഒന്നിൽ കുറച്ച് പേര് അവിടെ നിൽക്കുന്ന ആരെങ്കിലും എടുത്താലുണ്ട്, ബാക്കി എന്തായി എടുത്ത് വേസ്റ്റാക്കുകയാണ് ചെയ്യുന്നത്. പരമാവധി പറ്റുമെങ്കിൽ നമ്മളെല്ലാം ഫുഡിന് വേണ്ടിയാണ്. എന്ന് വെച്ചാൽ ആഹാരം, വസ്ത്രം, പാർപ്പിടം, അങ്ങനെയാണല്ലോ ജീവിതത്തിൻ്റെ ഒരു ഇത്. ഇല്ലാതെ എല്ലാവരും കൊണ്ടുവന്ന് ഒന്നും ഒരുപാട് കിട്ടിയിട്ടൊന്നും കൊണ്ടുപോകുന്നൊന്നുമില്ല. ഈ ഫുഡ് പറ്റുമെങ്കിൽ ഇപ്പം ഷെയറിംഗ് റൂമിൽ എവിടെയായാലും കളയുന്നതിന് മുന്നേ ആരുടെങ്കിലും ഒന്ന് ചോദിക്കുക വേണോ എന്നുള്ള. വെറുതെ എടുത്ത് അത് നമുക്ക് ചിലപ്പോൾ സ്ഥലത്ത് പോയി